Hi students, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈമിംഗ് ഡയഗ്രാം ആൻഡ് മെഷീൻ സൈക്കിൾസ് ഓഫ് 8085 മൈക്രോ പ്രൊസസ്സറാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ടൈമിംഗ് ഡയഗ്രാം, അതേപോലെ മെഷീൻ സൈക്കിൾ എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ടൈമിംഗ് ആൻഡ് കൺട്രോൾ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ബൈ, നമുക്കറിയാം, ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. Okay, so these operations synchronize the process of communication between microprocessor and peripheral devices by generating control signals that are necessary for communication. അപ്പോൾ ടൈമിംഗ് ആൻഡ് കൺട്രോൾ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് ആരാണ്? ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ആണ്. ഈ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റിൻ്റെ ഓപ്പറേഷനാണ് എന്തിനെ സിങ്ക്രണൈസ് ചെയ്യുന്നത്? It synchronizes the process of communication between the microprocessor and the peripheral devices by generating the control signals that are necessary for communication. ഓക്കെ, കുറച്ച് 3 മെയിൻ കൺട്രോൾ സിഗ്നൽസ് നമ്മൾ പറഞ്ഞു തന്നു. ALE, ദാറ്റ് ഈസ് അഡ്രസ് ലാച്ച് എനേബിൾ. ഓക്കെ, അഡ്രസ് ലാച്ച് എനേബിളിൻ്റെ മെയിനായിട്ടൊരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം, നമ്മൾ മൾട്ടിപ്ലെക്സ്ഡ് ആയിട്ടുള്ള അഡ്രസ് ഡാറ്റ പിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, AD0 to AD7. ഓക്കെ, സോ ALE ഹൈ ആവുന്ന സമയത്ത് അഡ്രസ് ലാച്ച് എനേബിൾ ചെയ്യുന്നു. അതായത് അതർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ALE ഹൈ ആവുന്ന സമയത്ത് നമ്മൾ AD0 to AD7 നമുക്ക് അഡ്രസ് ബസ് ആയിട്ടും, അതേപോലെ ALE ലോ ആവുന്ന സമയത്ത് നമുക്ക് AD0 to AD7 നമുക്ക് ഡാറ്റ ബസ്സുമായിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ALE ഹൈ ആവുന്ന സമയത്ത് അഡ്രസ് ലാച്ചിനെ എനേബിൾ ചെയ്യാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ALE ലോ ആവുന്ന സമയത്ത് തൊട്ട് മുന്നേ ALEയിൽ ഉണ്ടായിരുന്ന അഡ്രസ്സിലുള്ള വാല്യൂ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നു? എക്സ്റ്റേണൽ ലാച്ചിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത് ALEയിൽ. ഇനി റീഡ് എന്ന് പറഞ്ഞാലും റൈറ്റ് എന്ന് പറഞ്ഞാലും രണ്ടും ആക്റ്റീവ് ലോ സിഗ്നൽസ് ആണ്. ഇവിടെ RD എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമുക്ക് സാധാരണ എന്താ എഴുതാറ്? RD ബാർ, അതേപോലെ WR ബാർ. ഓക്കെ, ഇത് രണ്ടും എന്താണ്? ആക്റ്റീവ് ലോ ആണ്. RD എന്ന് പറഞ്ഞ സിഗ്നൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റീഡിങ് ഓപ്പറേഷനിലും, ആൻഡ് WR ബാർ എന്നുള്ള സിഗ്നൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? റൈറ്റിംഗ് ഓപ്പറേഷനിലുമാണ്. സോ RD ബാർ ഈക്വൽ ടു 0 ഇൻഡിക്കേറ്റ്സ് റീഡിംഗ് ഓപ്പറേഷൻ, WR ബാർ ഈക്വൽ ടു 0 ഇൻഡിക്കേറ്റ്സ് റൈറ്റിംഗ് ഓപ്പറേഷൻ. ഓക്കെ, സോ ഇതാണ് നമ്മളെ മെഷീൻ സൈക്കിളിലെ സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻ സൈക്കിളാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് 5 മെഷീൻ സൈക്കിൾസ് ആണ്. ദാറ്റ് ഈസ് ഓപ്കോഡ് ഫെച്ച് മെഷീൻ സൈക്കിൾ, മെമ്മറി റീഡ് മെഷീൻ സൈക്കിൾ, മെമ്മറി റൈറ്റ് മെഷീൻ സൈക്കിൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് മെഷീൻ സൈക്കിൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് മെഷീൻ സൈക്കിൾ. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു 5 മെഷീൻ സൈക്കിൾസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് 7 മെഷീൻ സൈക്കിൾ എന്ന് പറയാം. ദാറ്റ് ഈസ് അക്നോളജ് ഓഫ് ഇൻറപ്റ്റ്, INTA-യും അതേപോലെ ബസ് ഐഡലും നമുക്ക് കൂട്ടിയിട്ട് മൊത്തത്തിൽ 7 മെഷീൻ സൈക്കിൾ എന്ന് പറയാം. ഈ 7 മെഷീൻ സൈക്കിൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? ഈ 5 മെഷീൻ സൈക്കിൾസ് ആണ് മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ ഓപ്കോഡ് ഫെച്ച് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതൊരു മെമ്മറി ഓപ്പറേഷൻ എന്നറിയാം. സോ മെമ്മറി എൻ്റെത് ആക്റ്റീവ് ലോ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? 0 എന്ന് കൊടുത്തു. പിന്നെ സ്റ്റാറ്റസ് സിഗ്നൽസ് ഇത് അങ്ങനെയാണുള്ളത്, അത് അങ്ങനെയാണ് നമ്മൾ മാനുഫാക്ചറേഴ്സ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് S1 ഈക്വൽ ടു 1ഉം S0 ഈക്വൽ ടു 1ഉം ആയിരിക്കും ഓപ്കോഡ് ഫെച്ചിൻ്റെ സ്റ്റാറ്റസ് സിഗ്നൽസ്. ഓക്കെ, ഇനി ഓപ്കോഡ് ഫെച്ച് എന്ന് പറഞ്ഞാൽ ഒരു റീഡ് ഓപ്പറേഷനാണ്. അതുകൊണ്ട് റീഡ് സിഗ്നൽ മാത്രം എന്തായിരിക്കും? ആക്റ്റീവ് ലോ ആയതുകൊണ്ട് അത് മാത്രം ലോ, ബാക്കി രണ്ടും റൈറ്റും അല്ല ഇൻറപ്റ്റും അല്ല, രണ്ടും ഹൈ ആയിരിക്കും. ഇനി മെമ്മറി റീഡ് എന്ന് പറയുമ്പോൾ സമയത്തും മെമ്മറിയിലെ ഓപ്പറേഷനാണ്. സോ IO/M ബാർ നമുക്ക് എന്തായിരിക്കണം? ലോ ആയിരിക്കണം, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഇറ്റ്സ് എ മെമ്മറി ഓപ്പറേഷൻ. ഓക്കെ, ഇനി സ്റ്റാറ്റസ് സിഗ്നൽസ് അത് ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ്. S1 1 ആയിരിക്കും, S0 0 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മെമ്മറി റീഡ് ഓപ്പറേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ IO/M ബാർ 0യും S1 1ഉം S0 0 എന്നും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മെമ്മറി റീഡ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നതെന്നാണ് അർത്ഥം. ഓക്കെ, ഇനി മെമ്മറി റീഡ് ആയതുകൊണ്ട് തന്നെ റീഡ് സിഗ്നൽ മാത്രമായിരിക്കും ലോ ഉണ്ടാവുക, റൈറ്റും ഇൻറപ്റ്റും എന്തായിരിക്കും? ഇൻറപ്റ്റ് അക്നോളജി സിഗ്നൽ എന്തായിരിക്കും? ഹൈ ആയിരിക്കും ഉണ്ടാവും. ഇനി അടുത്ത മെമ്മറി റൈറ്റ് വീണ്ടും മെമ്മറിയിലെ സിഗ്നൽ ആയതുകൊണ്ട് എന്തായിരിക്കും വരിക? IO/M ബാർ 0 ആണ് വരിക. ഇനി സ്റ്റാറ്റസ് സിഗ്നൽസ് S1 എന്തായാലും വരിക? 0യും വരും, S0 എന്ന് വരും, 1ഉം വരും. ഇനി മെമ്മറി റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റൈറ്റ് ഓപ്പറേഷനാണ്. അപ്പോൾ റൈറ്റിൻ്റെ സിഗ്നൽ മാത്രം എന്തായിരിക്കും? ലോ വരുള്ളൂ, ബാക്കി രണ്ടും എന്തായിരിക്കും വരും? ഹൈ ആയിരിക്കും വരും. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആയതുകൊണ്ട് IO/M ബാർ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ, സ്റ്റാറ്റസ് സിഗ്നൽസ് S1 1ഉം S0 0യും ആയിരിക്കും. ഇനി ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് റീഡ് മാത്രം 0, ബാക്കി രണ്ടും ഹൈ ആയിരിക്കും. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആയതുകൊണ്ട് IO/M ബാർ ഹൈ ആയിരിക്കും. ഓക്കെ, സ്റ്റാറ്റസ് സിഗ്നൽസ് S1 0യും S0 1ഉം ആയിരിക്കും. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ആയതുകൊണ്ട് റൈറ്റ് സിഗ്നൽ മാത്രം എന്തായിരിക്കും? ലോ ആയിരിക്കും.
ഓക്കെ, ഇനി അക്നോളജ് ഓഫ് ഇൻട്രപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനാണ്. അതുകൊണ്ട് IO /M ബാർ ഹൈ ആയിരിക്കും. പിന്നെ സ്റ്റാറ്റസ് സിഗ്നൽസ് S1ഉം S0ഉം 1 ആയിരിക്കും. ഇനി അക്നോളജ് ഓഫ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ലോ ആവേണ്ടത്? ഇൻട്രപ്റ്റ് അക്നോളജ് എന്നുള്ള സിഗ്നലുമായിരിക്കും എന്താണത് ലോ ആവേണ്ടത്. റീഡ് ഓപ്പറേഷനും അല്ല, റൈറ്റ് ഓപ്പറേഷനും അല്ല. അതുപോലെ തന്നെ ബസ് ഐഡൽ എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ഓപ്പറേഷനാണ്. സോ ഇത് 0 വന്നു. ഓക്കെ, സ്റ്റാറ്റസ് സിഗ്നൽസ് 1ഉം 0ഉം ആണ്. ഇനി ഇത് റീഡും റൈറ്റും അതേപോലെ ഇൻട്രപ്റ്റ് അക്നോളജ് ഓപ്പറേഷനും അല്ല. സോ എല്ലാം എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ മെയിനായിട്ട് വരുന്ന മെഷീൻ സൈക്കിളിലെ സ്റ്റാറ്റസും കൺട്രോൾ സിഗ്നൽസും. ഓക്കെ, ഇനി നമുക്ക് whenever microprocessor has to execute any instruction നമ്മൾ ആദ്യം എവിടെയാണ് സ്റ്റോർ ചെയ്യുക? ഇൻസ്ട്രക്ഷൻ ഈസ് ഫസ്റ്റ് റിസീവ്ഡ് ബൈ ദി ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ, 8-bit ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ് ആദ്യം തന്നെ ഇൻസ്ട്രക്ഷൻ റിസീവ് ചെയ്യുക ത്രൂ അഡ്രസ് ബാർ ഡാറ്റ ബസ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും? ഇൻസ്ട്രക്ഷൻ ഈസ് ദെൻ പാസ്ഡ് ഓൺ ടു ദ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ where it is split, decoded and then passed to the control unit to generate necessary control signals for its execution. Besides doing this, timing and control unit also checks whether any internal or external interrupt has occurred. അതും കൂടി ആര് ചെക്ക് ചെയ്യും? നമ്മുടെ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ചെക്ക് ചെയ്യും. സോ ഇഫ് ദർ ഇസ് എനി കൈൻഡ് ഓഫ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്, ഏതെങ്കിലും ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ദിസ് യൂണിറ്റ് സ്റ്റോപ്സ് ദ എക്സിക്യൂഷൻ ഓഫ് നോർമൽ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു റെസ്പോണ്ട് ടു ദി ഇൻട്രപ്റ്റ് ബൈ ജനറേറ്റിംഗ് ദ റിക്വയർഡ് കൺട്രോൾ സിഗ്നൽസ്. അപ്പോൾ ഏതെങ്കിലും ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് സ്റ്റോപ്സ് ദ എക്സിക്യൂഷൻ ഓഫ് നോർമൽ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു റെസ്പോണ്ട് ടു ദി ഇൻട്രപ്റ്റ് ബൈ ജനറേറ്റിംഗ് ദ റിക്വയർഡ് കൺട്രോൾ സിഗ്നൽസ്. ഓക്കെ, അപ്പോൾ ഏതൊരു ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മൈക്രോ പ്രൊസസ്സർ ഹാസ് ടു പെർസ്യൂ ദ ഫോളോയിങ് സ്റ്റെപ്സ്. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ദ മെമ്മറി ലൊക്കേഷൻ ഫ്രം വേർ ദ ഇൻസ്ട്രക്ഷൻ നീഡ്സ് ടു ബി ഫെച്ച്ഡ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ യൂസിങ് ദ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് വി ഹാവ് ടു പെർഫോം ദ ഫംഗ്ഷൻ ദാറ്റ് ഇസ് സ്പെസിഫൈഡ് ബൈ ദ ഡീകോഡഡ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഓൾ ദീസ് ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് വിത്തിൻ എ ഗിവൺ ടൈം ഇൻ്റർവൽ ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി ക്ലോക്ക് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ, എന്താണ് മെഷീൻ സൈക്കിൾ, ടി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ക്ലോക്ക് സൈക്കിൾസ് അല്ലെങ്കിൽ പീരീഡ് എന്താണെന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുകയാണെങ്കിൽ നമ്മളിതിൻ്റെ അവസാനത്തിലോട്ട് ടൈമിംഗ് ഡയഗ്രത്തിലോട്ട് എത്തുള്ളൂ. സോ ഫോർ ദ ടൈം ബീങ് നിങ്ങൾ ഇത് മാത്രം പഠിക്കുക. ടൈമിംഗ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ടൈമിംഗ് ഡയഗ്രാം ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വിച്ച് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ എക്സിക്യൂഷൻ ടൈം ടേക്കൺ ബൈ ഈച്ച് ഇൻസ്ട്രക്ഷൻ ഇൻ എ ഗ്രാഫിക്കൽ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു ഇൻസ്ട്രക്ഷൻ STA ഒരു പെർട്ടിക്കുലർ വാല്യൂ അല്ലെങ്കിൽ MVI A, ഒരു പെർട്ടിക്കുലർ വാല്യൂ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഗ്രാഫിക്കൽ ഫോർമാറ്റിലുള്ള റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടൈമിംഗ് ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ഈ എക്സിക്യൂഷൻ ടൈം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടി സ്റ്റേറ്റ്സ് വെച്ചിട്ടാണ്. ടി സ്റ്റേറ്റ്സ് എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഫിഗർ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈം റിക്വയർഡ് ടു എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈമിനാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. പിന്നെ ഉള്ളത് മെഷീൻ സൈക്കിൾ. മെഷീൻ സൈക്കിൾ നമ്മൾ വേറൊരു പേരും വിളിക്കാറുണ്ട്, പ്രോസസ് സൈക്കിൾ. ഓക്കെ, സോ ദ ടൈം റിക്വയർഡ് ടു ആക്സസ് ദ മെമ്മറീനെ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ ആക്സസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെഷീൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 5 ബേസിക് ആയിട്ടുള്ള മെഷീൻ സൈക്കിളുണ്ട്. ഒക്കെയാണ് ഒന്ന് ഓപ്കോഡ് ഫെച്ച് സൈക്കിള്, പിന്നെ മെമ്മറി റീഡ് സൈക്കിള്, മെമ്മറി റൈറ്റ് സൈക്കിള്, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് സൈക്കിള്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് സൈക്കിള്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള മെഷീൻ സൈക്കിൾ. ഇത് കൂടാണ്ട് 2 മെഷീൻ സൈക്കിൾ കൂടെ ഉണ്ട്. ഏതാണ്? ഇൻട്രപ്റ്റ് അക്നോളജ് സൈക്കിളും ഉണ്ട്, ബസ് ഐഡൽ സൈക്കിളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് 5 മെഷീൻ സൈക്കിൾ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ടോട്ടൽ ശരിക്കും 8085 7 മെഷീൻ സൈക്കിളാണ് ഉള്ളത്. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം പറയാം ഫസ്റ്റിൽ എന്തായിരിക്കും? ഓപ്കോഡ് ഫെച്ച് സൈക്കിൾ ആയിരിക്കും. ആദ്യത്തെ എന്തായാലും ഓപ്കോഡ് ഫെച്ച് സൈക്കിൾ ആയിരിക്കും. ബാക്കിയുള്ളതായിരിക്കും എന്ത് വരാം? ഒന്നല്ലെങ്കിൽ മെമ്മറി റീഡോ, മെമ്മറി റൈറ്റോ, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡോ, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റോ ഒക്കെ വരാം. ഓക്കെ, സോ ആ മെഷീൻ സൈക്കിൾ ആദ്യത്തെ എന്തായിരിക്കും? മീൻസ് ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ എന്ന് പറയുന്നതാണ് ഇത് ടൈം റിക്വയർഡ് ടു എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. സോ മെഷീൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താവാം? ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാവാം. ഏതാണോ? ഓപ്കോഡ് ഫെച്ച് സൈക്കിളോ, മെമ്മറി റൈറ്റ് സൈക്കിൾ, മെമ്മറി റൈറ്റ് സൈക്കിൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് സൈക്കിൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് സൈക്കിൾ, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് 2 കൂടി ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻട്രപ്റ്റ് അക്നോളജ് സൈക്കിൾ ഉണ്ട്, ബസ് ഐഡൽ സൈക്കിൾ ഉണ്ട്. അപ്പോൾ ഈ 7 എണ്ണമാണ് നമ്മുടെ 8085 മെഷീൻ സൈക്കിൾസ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ ഒന്നിൽ കൂടുതൽ എന്ത് വരാം? മെഷീൻ സൈക്കിൾ വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്തായിരിക്കും? ഓപ്കോഡ് ഫെച്ച് സൈക്കിൾ ആയിരിക്കും. ഓപ്കോഡ് ഫെച്ച് ചെയ്തിട്ട് ചിലപ്പോൾ എന്തായിരിക്കും? ചിലപ്പോൾ മെമ്മറി റീഡോ, മെമ്മറി റൈറ്റോ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻപുട്ട് റീഡോ, ഇൻപുട്ട് റൈറ്റോ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ
ഇൻസ്ട്രക്ഷൻ സൈക്കിൾ നമുക്ക് ഒന്നിൽ കൂടുതൽ മെഷീൻ സൈക്കിൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫിഗർ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി ടി സ്റ്റേറ്റ് എന്താണെന്ന്. സോ മെഷീൻ സൈക്കിളും ഇൻസ്ട്രക്ഷൻ സൈക്കിളും ടേക്സ് മൾട്ടിപ്പിൾ ക്ലോക്ക് പീരീഡ്സ്. Okay, so a portion of an operation that is carried out in one system clock period നമ്മൾ എന്ത് വിളിക്കുന്നത്? T states എന്ന് വിളിക്കുന്നത്. Okay, so നമ്മൾ ഡിഫറെന്റ് സൈക്കിൾസിന്റെ റെപ്രസെന്റേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇതാണ് ഒരു സൈക്കിൾ അല്ലെ, ഒരു ക്ലോക്കിന്റെ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടി സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളൊരു ടി സ്റ്റേറ്റ്. ഇനി ഇൻസ്ട്രക്ഷൻ സൈക്കിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്തുണ്ട്? 2 മെഷീൻ സൈക്കിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ഓക്കെ, സോ ഇതാണ് മെഷീൻ സൈക്കിള്. ഓക്കെ, 2 മെഷീൻ സൈക്കിൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ എത്ര ടി സ്റ്റേറ്റ്സ് ഉണ്ട്? ആദ്യത്തെ മെഷീൻ സൈക്കിൾ M1 എത്ര ടി സ്റ്റേറ്റ്സ് ഉണ്ട്? T1, T2, T3, T4 4 ടി സ്റ്റേറ്റ്സ് ഉണ്ട്. രണ്ടാമത്തെ മെഷീൻ സൈക്കിൾ എത്ര ടി സ്റ്റേറ്റ്സ് ഉണ്ട്? 3 ടി സ്റ്റേറ്റ്സ് ഉണ്ട്. T1, T2, T3 എന്നുള്ള 3 ടി സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മെഷീൻ സൈക്കിൾ ആദ്യത്തെ എന്തായിരിക്കും? ഓപ്പ് കോഡ് ഫെച്ച് സൈക്കിൾ ആയിരിക്കും. രണ്ടാമത്തെ എന്താവാം? ഏതെങ്കിലും ഒരു എക്സിക്യൂഷൻ സൈക്കിൾ ആയിരിക്കും. അതായത് മെമ്മറി റീഡ് ആവാം, അല്ലെങ്കിൽ മെമ്മറി റൈറ്റ് ആവാം, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ആവാം, ഔട്ട്പുട്ട് റൈറ്റ് ആവാം, അങ്ങനെ ഏതെങ്കിലും ആവാം. ഓക്കെ, സോ ഇതാണ് ഒരു ടി സ്റ്റേറ്റ്, ഒരു മെഷീൻ സൈക്കിള്. ഓക്കെ, രണ്ടാമത്തെ മെഷീൻ സൈക്കിൾ. പിന്നെ അത് 2 മെഷീൻ സൈക്കിളാണ് ഇവിടെ ഇൻസ്ട്രക്ഷൻ സൈക്കിളായിട്ട് കാണിച്ചിട്ടുള്ളത്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെയാണ് നമ്മൾ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് ഇൻസ്ട്രക്ഷൻ സൈക്കിളിലേക്കുള്ളത്. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, നമുക്ക് ഫസ്റ്റത്തെ എന്തായിരിക്കും? ഓപ്പ് കോഡിനെ ഫെച്ച് ചെയ്യുന്ന സൈക്കിൾ ആയിരിക്കും. ഓക്കെ, ഓപ്പ് കോഡ് ഫെച്ച് സൈക്കിൾ ആയിരിക്കും ആദ്യം ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്ന സൈക്കിൾ ഉണ്ടാവുക. അത് ഏതും ആവാം, മെമ്മറി റീഡ് ആവാം, അല്ലെങ്കിൽ മെമ്മറി റൈറ്റ് ആവാം, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ആവാം, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റോ എന്തെങ്കിലും ആവാം. ഓക്കെ, സോ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായാലും അതിൽ എന്തുണ്ടാവും? ഒരു ഫെച്ച് സൈക്കിൾ, ഓഫ് കോഡ് ഫെച്ച് സൈക്കിൾ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ബാക്കിയാണ് എന്തുണ്ടാവുക? എക്സിക്യൂഷൻ സൈക്കിൾ ഉണ്ടാവുക, എക്സിക്യൂട്ട് സൈക്കിൾ ഉണ്ടാവുക. ഓക്കെ, ദാറ്റ് ഈസ് മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈക്കിളുകൾ ഉണ്ടാവും. സോ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിൻ്റെയൊക്കെ സമ്മ എന്ന് പറയാം? ഫെച്ച് സൈക്കിളിന്റെയും എക്സിക്യൂട്ട് സൈക്കിളിന്റെയും കൂടി സമ്മാണ് എന്ത് വരിക? ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ഓക്കെ, നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് ഫെച്ച് സൈക്കിൾ. ആദ്യത്തെ ഫെച്ച് സൈക്കിൾ എത്ര ഉണ്ട്? 4 ടി സ്റ്റേറ്റ്സ് ആണുള്ളത്. നമ്മളെ എക്സിക്യൂട്ട് സൈക്കിൾ എത്ര ടി സ്റ്റേറ്റ്സ് ആണുള്ളത്? 3 ടി സ്റ്റേറ്റ്സ് ആണുള്ളത്. ഓക്കെ, ഇനി പ്രോസസർ സൈക്കിൾ. ദ ഫംഗ്ഷൻ ഓഫ് ദ മൈക്രോ പ്രോസസർ ഈസ് ഡിവൈഡഡ് ഇൻടു, നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണ്? ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട് സൈക്കിൾ ഓഫ് എനി ഇൻസ്ട്രക്ഷൻ ഓഫ് എ പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ മെമ്മറി ഇൻ എ പെർട്ടിക്കുലർ സീക്വൻസ്. ഓക്കെ, അപ്പോൾ നോർമൽ പ്രോസസ് ഓഫ് ഓപ്പറേഷനിൽ മൈക്രോ പ്രോസസർ എന്ത് ചെയ്യും? ഇറ്റ് ഫെച്ചസ് ആൻഡ് എക്സിക്യൂട്ട്സ് 1 ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം ഇൻ ദ സീക്വൻസ് അണ്ടിൽ ഇറ്റ് എക്സിക്യൂട്ട്സ് ദി halt ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ ഏതൊരു പ്രോഗ്രാമും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ബേസിക്കലി 2 സ്റ്റെപ്സ് ആണ് നമ്മൾ സീക്വൻഷ്യലായിട്ട് ഫോളോ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലോക്ക്, ദാറ്റ് ഈസ് ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട്. അപ്പോൾ the time taken by the microprocessor in performing the fetch and execute operationsനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? fetch and execute cycle എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു the sum of fetch and execute cycleനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? the sum of fetch and execute cycleനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഒന്നിൽ കൂടുതൽ മെഷീൻ സൈക്കിൾ ഉണ്ടാവാം. അതിൽ ഒരു മെഷീൻ സൈക്കിൾ എന്തായാലും എന്തായിരിക്കും? ഓപ്പ് കോഡ് ഫെച്ച് മെഷീൻ സൈക്കിൾ ആയിരിക്കും. ബാക്കി എന്താവാം? ഒന്നില്ലെങ്കിൽ മെമ്മറി റീഡോ, മെമ്മറി റൈറ്റോ, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡോ, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റോ എന്തും ആവാം. ഓക്കെ, സോ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ആദ്യത്തെ എന്തായാലും ഫെച്ച് സൈക്കിൾ ആയിരിക്കും, അടുത്തത് എക്സിക്യൂട്ട് സൈക്കിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ടൈമിംഗ് ഡയഗ്രം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഇനി ഒരു പെർട്ടിക്കുലർ മൈക്രോ പ്രോസസർ റിക്വയർസ് എ ഡെഫിനിറ്റ് ടൈം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഓക്കെ, ഈ ഒരു ടൈമിനാണ് നമ്മൾ മെഷീൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, 1 മെഷീൻ സൈക്കിൾ ഇസ് റിക്വയർഡ് ഈച്ച് ടൈം ദ മൈക്രോ പ്രോസസർ ആക്സസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് അല്ലെങ്കിൽ മെമ്മറി. അതാണ് പറയുന്നത് മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ മെഷീൻ സൈക്കിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്ന് പറയുന്നതാണ് an instruction of 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 byte is extracted from the memory location during fetch and stored in the microprocessor's instruction register. Okay, instruction execute ചെയ്യുന്നത് എന്താണ്? The instruction is decoded and translated into specific activities during the execution phase. Okay, and നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ടൈമിംഗ് ഡയഗ്രാം ആണ്. ടൈമിംഗ് ഡയഗ്രാം ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ടൈം ടേക്കൺ ബൈ ദ മൈക്രോ പ്രോസസർ ടു ഫെച്ച്, decode and execute an instruction.
ഓക്കെ, ദ സൈസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ അതുപോലെ തന്നെ ഫ്രീക്വൻസി ഓഫ് ദ മൈക്രോ പ്രൊസസ്സറുമാണ് ഡിസൈഡ് ചെയ്യുന്നത് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ടൈം ടേക്കൺ ടു എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻ സൈക്കിൾസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ മെഷീൻ സൈക്കിൾ നമ്മൾ ഡിഫറെൻറ്റ് മെഷീൻ സൈക്കിൾസിൻ്റെ ടൈമിംഗ് ഡയഗ്രം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ ബേസിക് ആയിട്ടുള്ള 5 മെഷീൻ സൈക്കിൾസ് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യും? ടൈമിംഗ് ഡയഗ്രം ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്.